ഇപ്പം എല്ലാവരുടെയും ചർച്ച ഗോൾഡിനെയും സിൽവറിനെയും കുറിച്ചാണ്. ഗോൾഡ് ഇടിഞ്ഞ് 55,000 അല്ലെങ്കിൽ 50,000 എത്തും എന്നൊക്കെയുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. നമുക്കിതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ 1 ലക്ഷത്തിലേക്ക് എത്താൻ പോയ സ്വർണത്തിൻ്റെ വില ഇപ്പം ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞിരിക്കുകയാണ്. സിൽവറോ വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഇടിയുന്നതിന് തൊട്ട് മുമ്പ് ബൈ ചെയ്തവരൊക്കെ വളരെ പാനിക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരായിക്കോട്ടെ, SIP ഇല്ലാത്തവരായിക്കോട്ടെ, സ്വർണം വെള്ളി എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഴും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും സ്വർണത്തിന് സംഭവിച്ചത്? ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ടോ? ഇതൊരു ടെമ്പററി കറക്ഷൻ മാത്രമാണോ? ഈ വില ഇടിയുന്നതിന് മുമ്പ് വാങ്ങി വെച്ചവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ 40 പവൻ ഉണ്ടായതാണ്, ഞാൻ വളരെ ചെറിയ പൈസയ്ക്ക് അത് വിറ്റ് കളഞ്ഞു, ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 40 ലക്ഷം രൂപയെങ്കിലും കിട്ടിയേനെ എന്നുള്ളത്. അതുപോലെ ഞാനും ചെറിയ മണ്ടത്തരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വർണ്ണമൊന്നും അധികം ജ്വൽസ് ആയിട്ടൊന്നും വാങ്ങി വെച്ചില്ല, കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇത്ര വലിയൊരു ഹൈക്ക് സ്വർണ്ണത്തിന് ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് ഗോൾഡിനും സിൽവറിനും സംഭവിച്ചത്? ഗോൾഡ് ഈ വർഷം റെക്കോർഡ് ഹൈയിലെത്തി. സിൽവർ ആണെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു വിലയെത്തി എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വിലയിൽ നല്ല ഇടിവ് വന്നു. അതിൽ ഗോൾഡ് 5% സിംഗിൾ ഡേ ഇടിഞ്ഞു എന്നുള്ളതാണ്. 2020 ശേഷം ഒരു സിംഗിൾ ഡേ 5% ഗോൾഡ് ഇടിയുന്നത് ഇത് ആദ്യമായാണ്. അതുപോലെ തന്നെ സിൽവറും ഏകദേശം 17% ഇടിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് റെക്കോർഡ് ഹൈയിലേക്ക് പറന്ന ഗോൾഡും സിൽവറും ഇപ്പോൾ ചെറിയൊരു തകർച്ച കാണിച്ചിരിക്കുന്നത്? ഈ റെക്കോർഡ് ഹൈയിൽ എത്തി നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യും? നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന്. എന്തുകൊണ്ടാണ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വില ഇടിഞ്ഞത്? അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഡോളർ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വിലയിടുന്നത് ഏതിലാണ്? അത് ഡോളറിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് US ഡോളർ ഇൻഡെക്സ് ശക്തി പ്രാപിക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ ബോണ്ട് ഈൽഡ് കൂടുകയും ഡാറ്റ ശക്തമാവുകയും ചെയ്തതോടെ നിക്ഷേപകർ എല്ലാവരും എന്ത് ചെയ്തു? ഡോളറിലേക്ക് അവരുടെ നിക്ഷേപങ്ങൾ മാറ്റി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ വില താഴത്തേക്ക് പോയി. ഞാൻ ഇവിടെ വായിച്ചാണ് RBI കൂടുതലായിട്ട് സ്വർണം വാരിക്കൂട്ടുന്നു അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്നു. പല രാജ്യങ്ങളും അവരുടെ നിക്ഷേപങ്ങൾ സ്വർണത്തിലേക്ക് നീക്കി വെക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഡോളറിലുള്ള വിശ്വാസ്യത പലർക്കും കുറഞ്ഞതാണ്. അതിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ട്രംപിൻ്റെ ടാരിഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ എല്ലാവർക്കും ഡോളറിലുള്ള വിശ്വാസം കുറഞ്ഞു. അതുപോലെ തന്നെ അമേരിക്ക റഷ്യ തമ്മിലുള്ള ഇഷ്യൂ, അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള ഇഷ്യൂ, അമേരിക്ക ചൈന ആയിട്ടുള്ള ഇഷ്യൂ, ഇങ്ങനെ കുറേ ഇഷ്യൂസ് വന്നപ്പോൾ ഡോളറിലുള്ള ആളുകളുടെ ഒരു വിശ്വാസ്യത കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരവരുടെ നിക്ഷേപങ്ങളിൽ ഗോൾഡ് സിൽവറിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗണിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഡോളറിലുള്ള വിശ്വാസ്യത പലരുടെയും കുറയുകയും ഗോൾഡാണ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തോന്നിയപ്പോൾ പലരും ഗോൾഡിലേക്ക് ഈ ഒരു നിക്ഷേപം നീക്കി വെച്ചു. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വില ക്രമാതീതമായി മുകളിലോട്ട് പോയി. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് തണുത്തപ്പോൾ വീണ്ടും ആളുകൾ ഡോളറിലേക്ക് അവരുടെ നിക്ഷേപങ്ങൾ മാറ്റി വെച്ചപ്പോൾ ഗോൾഡിൻ്റെ വില ചെറിയൊരു കറക്ഷനിലേക്ക് വന്നു. മാത്രമല്ല വലിയ ട്രേഡേഴ്സ്, അതായത് വലിയ സ്ഥാപനങ്ങൾ ഗോൾഡും സിൽവറൊക്കെ സെല്ല് ചെയ്ത് മാറ്റിയപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ, അതായത് ചെറിയ ചെറിയ ഷോർട്ട് ടൈം ട്രേഡേഴ്സിൻ്റെ SL അടിക്കുകയും പല SLകളും ട്രിഗർ ആവുകയും ചെയ്തതോടെ വലിയൊരു കറക്ഷനിലേക്ക് ഗോൾഡും സിൽവറും പോയി എന്നുള്ളതാണ്. പക്ഷേ ഇത് പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് കൺസ്യൂമേഴ്സിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ RBIക്ക് ഇപ്പോഴും ഗോൾഡിൽ വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ RBI അടുത്തിടെ ഗോൾഡിലുള്ള റിസർവ് വർദ്ധിപ്പിക്കുകയും US ട്രഷറി സെക്യൂരിറ്റികളിലേക്ക് നിക്ഷേപങ്ങൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഫെസ്റ്റിവൽ സീസൺസ് കഴിഞ്ഞതോടെ ഗോൾഡിൻ്റെ ഡിമാൻഡ്സ് കുറച്ച് കുറഞ്ഞു. രൂപ ശക്തമായതുകൊണ്ട് ഡൊമസ്റ്റിക് വിലകൾ കുറയുകയാണ് ചെയ്തത്. ഇതെല്ലാം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വിലയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഇനി സിൽവറിലേക്ക് നോക്കുമ്പോൾ സിൽവർ ഒരു പ്രഷ്യസ് മെറ്റൽ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടും സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ വളരെ വോളറ്റൈലാണ്. അതായത് പെട്ടെന്ന് തന്നെ ഇവരുടെ വില മുകളിലോട്ട് കയറുകയും പെട്ടെന്ന് തന്നെ ഇവരുടെ വില താഴത്തേക്ക് വരികയും ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ സിൽവറിന് ഇത്രയും വലിയ വില കണ്ടത്
ഈ ഒരു സീസണിൽ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീലിൽ, ഗോൾഡും സിൽവറും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് കോപ്പർ അല്ലെങ്കിൽ ചെമ്പിലേക്ക് നോക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു. 1,00,000 വരെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ 97,000 അടുത്ത് വരെ എത്തി. 1,00,000 എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ചെറിയൊരു കറക്ഷൻ വന്നു. പക്ഷേ ഈ ഒരു കറക്ഷൻ ഒരു 82,000 വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. വീണ്ടും മാർക്കറ്റ് കുറേ നാൾ അവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജറായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഡോളർ ശക്തമായിട്ട് തുടരുകയും ഡോളർ മുകളിലോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ടെൻഷൻസ് കുറയുകയും ചെയ്താൽ ഗോൾഡ് സിൽവർ കുറച്ചുകൂടി ഇവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സെനാരിയോ, ഇൻഫ്ലേഷൻ കൂടി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും ഉയർന്നു വന്നു, വീണ്ടും ഡോളറിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതായത് ട്രംപിൻ്റെ കാര്യം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ഗോൾഡും സിൽവറും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്യാരൻറ്റീഡായിട്ട് ഗോൾഡ് മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മളെപ്പോഴും ഡോളർ ഇൻഡെക്സും ഗോൾഡ് ഈൽഡും ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗോൾഡ് ഇനിയും റാലി ചെയ്യുമോ അതോ ഇനിയും കറക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് ഈ ഒരു കത്തി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. സേഫായിട്ട് ഇരിക്കുക, നോക്കുക പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ട്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഈ ഒരു കറക്ഷൻ ഒരു അക്യൂമുലേഷനായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കാം. ഇനി ഈ ഒരു നമുക്കെപ്പോഴും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്തും അല്ലെങ്കിൽ കറക്റ്റായിട്ട് താഴെ ഇടിയുന്ന സമയത്തും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഗോൾഡ് പീസ് ഇറക്കി വെച്ചവർ കൂളായിട്ടിരിക്കുക. ഇനി കൂടുതലായിട്ട് നമുക്ക് ഇനി റാലി വരാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയാണ് ഇനി അടുത്ത റാലി തരാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഒരു പച്ചപ്പൊക്കെ നിഫ്റ്റിയിൽ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോളറിൻ്റെ കാര്യങ്ങൾ എല്ലാവരും മോണിറ്റർ ചെയ്യുക. എന്നാൽ മാത്രമാണ് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഗോൾഡിൻ്റെ വില ഇനിയും ഇടിയും 35,000 ഒക്കെ എത്തും എന്നുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ടെമ്പററി കറക്ഷൻ മാത്രമാണോ അതോ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഗോൾഡ് 1 lakh കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടുതലായിട്ട് ഈ ഒരു ഡോളറിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ആരും ഗോൾഡിലും സിൽവറിലും എടുക്കാതിരിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.